إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. പ്രതിസന്ധികളിൽ നിന്നും ഒരു തുണയായി, ഒരു പിടിവള്ളിയായി നമുക്ക് വരുന്ന ദുആയാണിത്. ഇതൊരു ദുആയാണ്, ഇതൊരു ദിക്റാണ്. ഏത് കാലത്തിലും പെടുത്താം. എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. ഇതാണ് ദുആഉൽ ഖർബ്. ഇൻഷാ അല്ലാഹ് കടങ്ങളുള്ള ആളുകളുണ്ടോ? കടങ്ങളുള്ളവർ ഈ ദുആ പറഞ്ഞോട്ടോ, ദുആഉൽ ഖർബ് പറഞ്ഞോ. കടങ്ങൾ ഇൻഷാ അല്ലാഹ് അത് വീട്ടാനുള്ള വഴി അല്ലാഹു തആല തുറന്നു തരും. ചിലപ്പോൾ നമ്മൾ അറിയാതെ കടങ്ങൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല മറ്റാരെങ്കിലും കൊണ്ട് വീട്ടി തരുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാകും. അതുപോലെ രോഗങ്ങളുള്ളവർ, രോഗികളായ ആളുകൾ ദുആഉൽ ഖർബ് പറഞ്ഞോ. നിങ്ങളുടെ രോഗം അല്ലാഹു തആല ശിഫയാക്കി തരും. അഥവാ ആ രോഗത്തിലെങ്ങാനും ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ അല്ലാഹു അവന്റെ ജീവിതത്തിൽ വലിയ, അതായത് ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ, ഖബറിൽ, ആഖിറത്തിൽ, മഹ്ശറയിൽ അല്ലാഹു തആല വലിയ വലിയ നിഅമത്തുകൾ അല്ലാഹു തആല കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഈ ദുആ പറഞ്ഞാൽ, ജീവിതത്തിൽ പറഞ്ഞാൽ ജീവിതത്തിലും ഖൈറാണ്, മരണത്തിലും ഖൈറാണ്. ഒരുപാട് നേട്ടങ്ങളുള്ള ദുആയാണ് ദുആഉൽ ഖർബ്. ഇനിയുള്ള ദിവസങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആഉൽ ഖർബ് മറന്നു പോവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ദുആഉൽ ഖർബ് നിത്യമായി കൊണ്ടുപോവാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ദിവസം ഒരൊറ്റ വട്ടമെങ്കിലും ഇത് പറയാൻ വിട്ടുപോകരുത്. അല്ലാഹു തആല ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.